ഡേഞ്ചർ സോൺ ആണ് ഗൈസ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങൾ തുടക്കത്തിലും തംബ്നെയിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. അങ്ങനെ വലിയ ട്രാവലിംഗ് വ്ളോഗൊന്നുമല്ല, പക്ഷേ എനിക്കിത് വലുതാണ്. എന്തായാലും നമ്മൾ KSRTCയിലേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മൾ എന്തിൽ പോകണു എന്നതിലല്ല കാര്യം, നമ്മൾ എങ്ങോട്ട് പോകണു എന്നതിലാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളെ ട്രിപ്പ് പൊന്മുടിയിലോട്ടാണ്. ഞാനിവിടെ തിരുവനന്തപുരം വന്നപ്പോൾ തൊട്ട് ആഗ്രഹിക്കുക കേട്ടോ പൊന്മുടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും റൂംമേറ്റ്സ് എല്ലാവരും കൂടി KSRTCയിൽ പൊന്മുടിയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ കരുതി എന്തായാലും പൊന്മുടിയൊക്കെ പോവല്ലേ, അപ്പോൾ ഒരു വ്ളോഗൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടേക്കാം. അപ്പോൾ ഇനി കുറച്ച് നേരത്തേക്ക് എൻ്റെ ഒരു സഞ്ചാരം വ്ളോഗാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി കുറച്ച് നേരത്തേക്ക് സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ ആകും. ഞാൻ നിങ്ങൾക്ക് എങ്ങനെ അവിടെ പൊന്മുടി എത്തിപ്പെടണം എന്നൊക്കെ പറഞ്ഞു തരാം. വലിയ വലിയ പാറക്കെട്ടുകളുള്ള പുഴയിൽ ആളുകൾ കുളിച്ചോണ്ടിരിക്കുന്ന കുളിസീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ അതാണ് പെട്ടത് ഗൈസ്. അങ്ങനെ നമ്മൾ വിതുര എത്തിയിട്ടുണ്ട്. വിതുരയിൽ നിന്ന് നമുക്ക് പൊന്മുടിയിലോട്ടുള്ള ബസ് മാറി കയറണം. അപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1.5 മണിക്കൂറേ ഉള്ളൂ പൊന്മുടിയിലോട്ട്. അല്ലാണ്ട് അവിടെ നിന്ന് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഡയറക്റ്റ് പൊന്മുടി ബസ് കിട്ടും കേട്ടോ നമുക്ക്. പക്ഷെ ഞങ്ങൾ അതിന് കാത്തു നിന്നിട്ടില്ല, ഞങ്ങളിങ്ങനെ മാറിക്കയറി പൊന്മുടി ബസ്. ഇതിലേന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് സൈഡ് സീറ്റ് കിട്ടിയിട്ട് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വിൻഡോ സീറ്റ് കിട്ടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും അടുത്തടുത്തിരുന്നില്ല, ഞങ്ങൾ എല്ലാവരും ഓരോരോ സീറ്റിലിരിക്കുന്നു. ഞായറാഴ്ചയായിട്ട് ഞങ്ങൾ പോയത്, അതുകൊണ്ടാണ് കേട്ടോ കുറേ ടൂറിസ്റ്റ് ബസ്സുകൾ ഇങ്ങനെ ഉണ്ട് ഇടയ്ക്ക്. അപ്പം ഞായറാഴ്ച പോകുമ്പോൾ എനിക്ക് തോന്നുന്നു പൊന്മുടിയിൽ ഭയങ്കര തിരക്കുള്ള ദിവസമായിരിക്കും മിക്കവാറും. മാത്രമല്ല ഞങ്ങൾ ഈ പോണത് മെയ് മാസത്തിലാണ് കേട്ടോ. ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയതാണ് ആക്ച്വലി. അവിടെ എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും ബൈക്ക് റൈഡേഴ്സ് അതേപോലെ തന്നെ ഇങ്ങനെ ടൂറിസ്റ്റ് ബസ്സൊക്കെ വിളിച്ചിട്ടാണ് എല്ലാവരും വരുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഞാൻ KSRTCയിൽ മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ KSRTC അടിപൊളിയാണ് ഗൈസ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടക്ടർ ചേട്ടനൊക്കെ ഒരേപോലെ കേട്ടോ. ഞങ്ങൾ പാട്ട് മാറ്റാൻ പറയുന്ന ചേട്ടൻ പാട്ട് മാറ്റി തരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ KSRTC ബസ്സിൽ പാട്ടൊക്കെ കേൾക്കുന്നത്. ഏകദേശം വിതുര കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സീനറികൾ വരാൻ തുടങ്ങിയിട്ട്. അതേപോലെ തേയിലത്തോട്ടൊക്കെ നല്ല അടിപൊളിയാണ്. അതേപോലെ ഇങ്ങനെ KSRTCൻ്റെ വിൻഡോ സീറ്റിലിരുന്ന് ഇതൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇപ്പം തന്നെ ഏകദേശം നല്ല കോട വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആ മലയുടെ മുകളിലൊക്കെ നല്ല കോടയായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. KSRTCയിൽ നമ്മളവിടെ കയറിക്കൊണ്ടിരിക്കും തോറും തണുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരിക. ഈ കാണുന്നത് പൊന്മുടി പോലീസ് സ്റ്റേഷനാണ്. ഒരു എസ്റ്റേറ്റ് പോലെ ഇല്ല, ഒരു ബംഗ്ലാവ് പോലെ ഉണ്ട് ഗൈസ് പോലീസ് സ്റ്റേഷനൊക്കെ. അങ്ങനെ നമ്മൾ ഏകദേശം പൊന്മുടി എത്താനായി. എനിക്ക് തോന്നുന്നു അവിടെ ഞാൻ ഇറങ്ങി കണ്ടതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ KSRTCയിലുള്ള ഈ യാത്രയാണ് കേട്ടോ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കോട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. നമ്മൾ പൊന്മുടി എത്തിയിരിക്കുകയാണ് ഗൈസ്. ഫുൾ അതും ഈ ചൂടത്ത് ഗൈസ്. നിങ്ങൾ മഞ്ഞ് കാണുന്നുണ്ടോ? ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് വന്നത് എന്തുകൊണ്ടും നന്നായി. ബിക്കോസ് ഈ ഡ്രസ്സും ഈ സ്റ്റൈലും നല്ല മാച്ചിങ് ഉണ്ട്. നമ്മൾ വന്ന KSRTC ആണ് ഗൈസ്. പിന്നെന്താ, അവിടെ ചെല്ലുന്നു, റീൽസ് എടുക്കുന്നു, അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, നല്ല രസമായിരുന്നു ഗൈസ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ മെയ് മാസത്തിൽ പോകേണ്ട തന്നെ അത്ര കോട ഇല്ല. അപ്പോൾ നമുക്ക് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ആ കാണുന്ന ടവറിൻ്റെ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാവ്. പിന്നെ ഞാൻ കുറേ ഫോട്ടോസും കുറേ റീൽസൊക്കെ എടുത്തിട്ടാണ്. ഞങ്ങൾ എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ എൻ്റെ കുറച്ച് മെയിനാവലൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിലിടുന്നുണ്ട്. നല്ല വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഓക്കെ, ഞാൻ ചെയ്തിരിക്കും. കണ്ടോ, കോടയൊക്കെ ഇങ്ങനെ പറക്കുക കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ആ ടവറിൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ. അതാണ് ഏകദേശം പൊന്മുടീൻ്റെ ടോപ്പ് എന്ന് പറയാം. അവിടെ നിന്ന് എല്ലാതും കാണാം ഗൈസ്. ഇവിടെ നമ്മൾ പൊന്മുടീൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ് ഗൈസ്. വാവ്. നമ്മൾ കുറച്ച് ദൂരം നടക്കാനുണ്ട്, പക്ഷെ എന്നിരുന്നാലും നമുക്ക് അധികം ചൂടില്ലാത്തതുകൊണ്ട് എത്ര വേണേലും നടക്കാം. കണ്ടോ, കോട കണ്ടോ? വാവ്, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. വാവ്. നമ്മൾ കുർക്കുറയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വരണം ഗൈസ്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പട്ടിണിയാകും. അതല്ല ഇത് അങ്ങോട്ട് പോയില്ലേ, പാറമ്മൽ ഗേൾസ്. പാറമ്മലോ, ഇവിടെ പാറയാണല്ലോ. ആക്ച്വലി ഇവിടെ മഞ്ഞുണ്ട്. സോ മഞ്ഞുമൽ ഗേൾസ്. ഒരു
KSRTC പോണ കാണിച്ചു തരാം. കണ്ടോ KSRTC ഉണ്ടോ? അതാ. പിന്നെ പൊന്മുടിക്ക് പോകുന്നവർ ഇതേപോലെ സ്നാക്സും വെള്ളമൊക്കെ കൊണ്ട് പോകുക. അവിടെ ഒന്നും കിട്ടാനില്ല, കുറേ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇടയ്ക്ക് ക്ഷീണിക്കും നടന്ന് നടന്ന്. രാജകുമാരിക്ക് മന്ത്രികുമാരനോടിഷ്ടമായി കാണുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവളിരുന്നു പ്രേമയാമങ്ങൾ തൻ സാന്ദ്ര നിമിഷങ്ങളിൽ സ്വരരാഗലയരാവിൽ സ്വയംവരമായി കണ്ണും കണ്ണും നെഞ്ച സ്വപ്നക്കൂടൊരുക്കും. ഇതിൻ്റെ വേറൊരു മെയിൻ ആവലാണ്. അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പാട്ട് പാടാൻ പറ്റിയൊരു സ്ഥലമായിട്ട് തോന്നിയിട്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചാൽ കേട്ടോ. ഒരു വെയിലൊന്നും ഇല്ലെങ്കിലും വെയിലുണ്ട്, പക്ഷേ ഒപ്പം തന്നെ നല്ല മഞ്ഞുണ്ട്. മഞ്ഞ് ഇപ്പം ഇത് മെയ് മാസമാണ്. പിന്നെ ഇനിയിപ്പോൾ മഴ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? അടിപൊളിയായിരിക്കും കുറച്ചും കൂടി. സഹസ്രയുടെ ഒരു തഗ്ഗുണ്ട്, മഴ പെയ്ത മഴയായിരിക്കുന്നു. അത് നല്ലൊരു മികച്ച ഒരു ഇതാണ്. നെക്സ്റ്റ് സ്പോട്ട് നമുക്ക് എവിടെയെന്ന് അറിയില്ല ഗൈസ്. ഇവിടെ നല്ല കപ്പയും ചിക്കനൊക്കെ കിട്ടുന്ന ഒരു തെണ്ടി നമ്മളെ പറഞ്ഞു പറ്റിച്ചായിരുന്നു. അത് എവിടെയെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇവിടെ ഒരു ഹോട്ടൽ പോലും ഇല്ല ഗൈസ്. നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? ഇവിടെ ഫുൾ പാറക്കല്ല് മാത്രം. പോയി നോക്കാം എവിടെയെങ്കിലും കണ്ടാലോ. ഗൈസ് ഡേഞ്ചർ സോണാണ് ഗൈസ്, അപകട മേഖല. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേ ഈ ഫുഡ് കിട്ടുന്ന സ്പോട്ടൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ നല്ല കപ്പയും ചിക്കനൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളത് വന്നപ്പോഴൊന്നും എവിടെയും കണ്ടില്ല. പിന്നെ അതായത് ഇവിടെ ഇങ്ങനെ വെള്ളം എടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വാട്ടർ ബോട്ടിൽ കൊണ്ട് വന്നാലും മതി. അപ്പോൾ ഈ ഒരു വീട് പോലെ ഇരിക്കുന്ന ഒരു സെറ്റപ്പിൻ്റെ ഉള്ളിൽ ഈ കപ്പയും ഈ ചിക്കൻ കറിയും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ ഉള്ളിൽ പോയാൽ നമുക്ക് കിട്ടും. പക്ഷേ ഞങ്ങൾ ആകെ ഒരു പ്ലേറ്റേ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം ആ ഒരു പ്ലേറ്റിന് 150 രൂപ. അങ്ങനെ 150 രൂപയ്ക്ക് കപ്പയും ചിക്കൻ കറിയും വാങ്ങണം എന്ന് ഞാൻ ഇവിടെ വന്നേരം ഇറക്കി കപ്പ എന്നാണ് പറയണത്. നമ്മൾ പൂളയും ഇറച്ചിക്കറിയും വാങ്ങണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഗൈസ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഒരു 90 രൂപ റേഞ്ചിന് ഒരു പ്ലേറ്റ് നിറയെ ചിക്കനും അല്ലെങ്കിൽ ബീഫാണെങ്കിലും കപ്പയൊക്കെ ആയിട്ട് കിട്ടും. മാത്രമല്ല ഇവിടുത്തെ ആ ഒരു സ്ട്രക്ചറിനെ കണ്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഒരു ഐസ് വാങ്ങിച്ചായിരുന്നു കേട്ടോ ഗൈസ്. നമ്മൾ 2 പേര് നടന്ന് മതിയായി. പക്ഷെ ക്ലൈമറ്റൊക്കെ ഓക്കെയാണ്. പക്ഷേ സഹസ്രയും അനൂജിയും എവിടെയുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഗൈസ്? എവിടെ? എനിക്കിത്ര സൂപ്പ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റണില്ല. അവിടെ കുറേ ആൾക്കാർ നിൽക്കണ കണ്ടോ? അതെ, കണ്ട നടന്ന് പോണേ. ഓ മൈ ഗോഡ്, ரொம்ப ദൂരം പോയിട്ടേ ഗൈസ്. നമ്മൾ തിരിച്ചു പോകാനുള്ള ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതെ ഗൈസ്, പക്ഷെ ബസ് വരുന്നില്ല. അതാ ബസ് വരുന്നില്ല. പക്ഷെ പിന്നെ ഫോണിലെ ചാർജും കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു. ബിക്കോസ് ഫോണിലാകെ 12% ചാർജേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പൊന്മുടി വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. കണ്ടോ, തിരിച്ചു പോന്നപ്പോൾ ഇതാ വണ്ടികളൊക്കെ വന്ന് ആകെ ബ്ലോക്കായി കിടക്കുക കേട്ടോ. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു ബസ്സിൽ. കാരണം നല്ല തിരക്കായിരുന്നു. എന്തോ ഭാഗ്യത്തിന് സീറ്റ് കിട്ടിയാണ് എല്ലാവർക്കും. പിന്നെ അവിടെ നല്ല തണുപ്പാണ് പറഞ്ഞിട്ട് കാര്യമില്ല. തിരിച്ചു വരുമ്പോൾ നല്ല വെയിലടിക്കൽ തുടങ്ങി കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നേരം ഉറങ്ങിപ്പോയിട്ട്. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഗൈസ് നമ്മളുടെ ചാനൽ 1K അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.